ബാങ്ക് കവർച്ച കേസിലെ പ്രതി പിടിയിൽ എന്ന വാർത്തയും മനോരമ ആദ്യ പേജിൽ നൽകുന്നുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്നു എന്ന തലക്കെട്ടാണ് നൽകിയത് അല്ലേ. കള്ളൻ നാട്ടിൽ തന്നെ. ബാങ്കിൻ്റെ 1.5 കിലോമീറ്റർ അകലെയുള്ളയാളാണ്. 1 മാസത്തിലേറെ സമയമെടുത്താണ് ആസൂത്രണം ചെയ്തത്. കണ്ടുപഠിച്ചാണ് ഈ മോഷണം തയ്യാറാക്കിയത് എന്ന് റിജോ ആൻ്റണിയെക്കുറിച്ച് പറയുന്നുണ്ട്. രസകരമായ ആ വാർത്ത ഇന്നലെ റിപ്പോർട്ടർ നമ്മുടെ പ്രതിനിധി ജെയ്സൺ ചാമവളപ്പിൽ റൂറൽ എസ് പി എടുത്ത് ചോദിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോഴാണ് എത്രമാത്രം ആസൂത്രണത്തോടുകൂടി എത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ റിജോ ആൻ്റണി ഇരുന്നത് എന്നുള്ളതാണ്. നാട്ടുകാരുടെ ഇതൊക്കെ പറഞ്ഞു ആ കള്ളൻ രക്ഷപ്പെട്ട് കാണും കേട്ടോ എന്നൊക്കെ പറയാവുന്നൊരു മാനസികാവസ്ഥയിലേക്ക് റിജോ ആൻ്റണി എത്തി. ഭാര്യ ഗൾഫിലായിരുന്നു, 2 മക്കളുണ്ട്, വലിയൊരു വീടും കുടുംബവും ഒക്കെയുള്ള മനുഷ്യനാണ്. പക്ഷേ വിദേശത്തു നിന്ന് ഭാര്യ കഷ്ടപ്പെട്ട് പണം അയച്ചു കൊടുക്കും. ഈ ചങ്ങാതി നാട്ടിൽ ഇതെല്ലാം ധൂർത്തടിക്കും. അങ്ങനെ കടം വരുത്തി വെച്ചപ്പോൾ ആ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് 47 ലക്ഷത്തിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ള 15 ലക്ഷം മാത്രം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അതിൽ 5 ലക്ഷമോ മറ്റോ അദ്ദേഹം ചിലവാക്കി എന്നാണ് അറിയുന്നത്. 10 ലക്ഷം തിരിച്ചേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും ഈ തട്ടിപ്പ് സംഘത്തിൽ പണം പിരിച്ചു കഴിഞ്ഞിട്ട് ആ പണം തിരിച്ചേൽപ്പിച്ച് സത്യസന്ധനായി എന്ന് പറയുന്നത് പോലെ റിജോയ്ക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഭാര്യ വന്നിട്ട് ഈ 5 ലക്ഷം കൂടിയിട്ട് ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ ഞാനാണ് ആ മോഷ്ടിച്ചയാൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ അപ്പോഴും ഈ മോഷണക്കുറ്റം അവിടെ നിൽക്കും, പരാതി അവിടെ നിൽക്കുകയാണ്.